നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും വെട്ടിലാക്കുന്ന തരത്തിൽ ഓഡിയോയും വാട്സാപ്പ് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നുവെങ്കിലും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നുവെങ്കിൽ പോലും ഉറച്ച വിശ്വാസത്തോടെ ഇത്തവണ കോൺഗ്രസ് പാലക്കാട് ജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾക്ക് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഉറപ്പായിട്ടും ഈ ഒരു ഇലക്ഷനിൽ, ഈ ഒരു വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടും എന്ന ശുഭപ്രതീക്ഷയാണ്. പാലക്കാട് നഗരസഭയും കണ്ണാടി പഞ്ചായത്തും തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങൾ ഉയർന്നതിനു പിന്നാലെയും പങ്കുവച്ചത്. പിരായിരിയും മാത്തൂരും തുടരുമെന്നും പാലക്കാട് നഗരസഭയും കണ്ണാടി പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. UDF ജയിക്കുമെന്നും ഞങ്ങൾ അതിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ചൊരു കോൺഗ്രസ് നേതാവിനെ BJP സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഈ നേതാവിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ എത്തുകയുണ്ടായി. പാലക്കാട് നഗരസഭയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായ BJP ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റാനുള്ള ശ്രമമാണ്. നോമിനേഷൻ കൊടുത്താൽ തന്നെ BJP ജയിക്കുമെന്ന് അവർ അവകാശപ്പെടുന്ന 50-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി രമേശിന്റെ പത്രിക പിൻവലിക്കണമെന്ന് പറഞ്ഞ് BJP നേതാക്കൾ പ്രലോഭനവും ഭീഷണിയുമായി രാത്രി മുതൽ സമീപിച്ചിരിക്കുകയാണ്. കോട്ടയിൽ പോലും തോറ്റുപോകുന്ന അവസ്ഥയിലാണ് BJP-കാരെ നിങ്ങളുടെ ഭീഷണിപ്പെടുത്തിയുള്ള വരവിനായി ഞങ്ങൾ രമേശിന്റെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. പാലക്കാട് ഞങ്ങൾ തിരിച്ചുപിടിക്കും, പാലക്കാട് നമ്മൾ തന്നെ ജയിക്കും എന്നതടക്കമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ വാർഡ് 11, 12, 27 കണ്ണാടി പഞ്ചായത്തിലെ വാർഡ് 2, 15 സ്ഥാനാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കുമൊപ്പം ഭവന സന്ദർശനം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും ഈ BJPക്കൊക്കെ വലിയൊരു ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഇപ്പോൾ BJP ഭരിക്കുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് രാഹുൽ ഉറക്കെ ദിവസം തോറും പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഓഡിയോയും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് പ്രയോഗിക്കപ്പെടുന്നു എന്ന വിലയിരുത്തലുകൾ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും BJPയുടെ കയ്യിൽ നിന്ന് പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിനിടെയാണ്, അത്തരത്തിലുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കവെയാണ് രാഹുലിനെതിരെ വീണ്ടും ഈ പോസ്റ്റുകളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളും അതുപോലെ തന്നെ ഓഡിയോയും ഒക്കെ പുറത്തു വന്ന് ആ വിവാദം വീണ്ടും ഒരു സജീവ ചർച്ചയിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിജയം നേടും എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശുഭപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു വിഷയങ്ങൾമേൽ സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കേരളം ഒന്നടങ്കം ഞെട്ടുന്ന ആ ബോംബ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ ചാനൽ കൃത്യം 1 മണിക്ക് തന്നെ അതങ്ങോട്ട് പൊട്ടിച്ചു. ഇവിടെ ദാസപ്പനും കൂട്ടരും സംസ്ഥാനത്തെ മൊത്തം കൊള്ളയടിച്ച് ജനങ്ങളുടെ ബോംബ് പൊട്ടിച്ച് അതുങ്ങൾക്ക് ഇപ്പോൾ ബോംബ് എന്ന് കേട്ടാൽ മറ്റേ ശ്രീമതി ടീച്ചറെ മാത്രം കുലുക്കിയ ഓലപ്പടക്കമില്ലേ, അതിന്റെ വില പോലും ഇല്ലാതായിട്ടിരിക്കുക. അപ്പോഴാണ് ഒരിക്കലിട്ട് പൊട്ടിച്ചൊരു ഗുണ്ടെടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി എറിയുന്നത്. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് എന്നെ സംസ്ഥാന ദ്രോഹിയോ സ്ത്രീ രൂപം പൂണ്ട ചീപ്പ് സ്ത്രീ വിരുദ്ധയോ ആക്കിയാലും കുഴപ്പമില്ല, ചിലത് പറഞ്ഞേ തീരും. തിരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തു പ്രയോഗിക്കുന്ന ഒടുക്കത്തെ ആയുധമായിട്ടൊരു പെണ്ണിനെയും അവളുടെ ഗർഭത്തെയും അവരോധിക്കുമ്പോൾ അത് അവൾക്ക് ട്രോമ ആവില്ലേ മാപ്ര സുഹൃത്തുക്കളെ? ഈ കഥയിലെ ഇരയുടെ അടുത്ത സുഹൃത്തുക്കളുടെ ആദ്യകാല വിലാപം തന്നെ ആ കുട്ടി അനുഭവിക്കുന്ന മെന്റൽ ട്രോമയാണല്ലോ. അവളുടെ സ്വകാര്യത എടുത്തു വീശുന്ന പൊതുസമൂഹത്തിന്റെ സൈക്കോ മൈൻഡ് സെറ്റിനെ കുറിച്ച് പാരഗ്രാഫ് കണക്കിന് പോസ്റ്റ് ഇട്ട അവരുടെ മാപ്ര സുഹൃത്തുക്കൾക്ക് ഇതിനോട് എന്ത് തോന്നുന്നു? ഇതേ ഗർഭവുമായിട്ട് ബന്ധമുള്ള ഒരു വോയിസ് നോട്ടിന്റെ കുറെ ഭാഗം ആദ്യം എടുത്ത് വീശിയത് ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു. ഇപ്പോഴിത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ അടുത്ത ഓഡിയോ. ഇങ്ങനെ മുറിച്ച് ഓഡിയോ ഇടുമ്പോൾ ജീവിതത്തിൽ ഒട്ടുമേ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു അധ്യായം വീണ്ടും ആ പെൺകുട്ടിക്ക് മുന്നിൽ ഇടുന്നത് ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? ഇനി അത് ആ കുട്ടിയുടെ വേട്ടക്കാരനോടുള്ള പ്രതികാരമാണെന്ന തരം വേർഷൻ ആണെങ്കിൽ 6 മാസത്തെ ഇടവേളകളിൽ കൃത്യമായി മുളപൊക്കുന്ന പ്രതികാരം കൊണ്ട് നാണം കെടുന്നത് അയാളാണോ, അതോ ആ പെൺകുട്ടിയും ഇതിലൊന്നും ഭാഗമില്ലാത്ത ആ കുട്ടിയുടെ കുടുംബവുമാണോ? കോഴിത്തരം അലങ്കാരമാക്കി അത് കൈയോടെ പിടിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ച ആൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ അയാൾ അത്ര കണ്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് അയാൾ ഡിസർവിംഗ് ആണ് താനും. പക്ഷേ എന്നും ഒരേ
ബോംബെടുത്ത് അയാളുടെ മൂട്ടിൽ പൊട്ടിക്കാൻ ഇറങ്ങിയാൽ ബോധമുള്ള ആളുകൾ പറയും, നിർത്തടേ, പോയി വേറെ കളി കളിച്ച് സീറ്റുകൾ പിടിക്കാൻ നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കമ്മി മീഡിയാസ് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിഹിത എഞ്ചിൻ കണ്ടിപ്പോൾ ആളുകൾക്ക് മടുപ്പായി തുടങ്ങിയടേ. 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അയാളും ഈ സ്ത്രീയും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ, അതിലുണ്ടായ ഗർഭത്തെ ഫോക്കസ് ചെയ്ത് ഇതിനു മുമ്പേ ചർച്ചകൾ ഇവിടെ നടന്നതല്ലേ. പിന്നെ ഗർഭചിത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലപ്പുറത്തെ വശത്ത് നിന്ന് ശബ്ദ സാന്നിധ്യമല്ലാത്ത ബോഡി പ്രസൻസ് ഇല്ലെന്നിരിക്കെ അവർ നിയമപരമായി മുന്നോട്ട് പോവാതിരിക്കുവോളം അത് അവർ രണ്ടുപേരുടെ മാത്രം സ്വകാര്യത അല്ലേ. വിവാഹം എന്ന ഉടമ്പടി ഒന്നുമില്ലാതെ ലിവിംഗ് റിലേഷൻ ഉള്ളപ്പോൾ എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണം, നീ ഗർഭവതി ആവൂ എന്ന് ഒരുത്തൻ പറയുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് ആലോചിക്കേണ്ടത് പെണ്ണ് തന്നെയാണ്. ഗർഭം എന്നത് പെണ്ണിനെ സംബന്ധിച്ച് ഒളിപ്പിക്കാൻ കഴിയാത്ത സംഗതിയാണെന്ന ബോധമുള്ളപ്പോൾ ഏത് പ്രണയത്തിന്റെ പേരിലായാലും അതിന് സമ്മതം മൂടിയത് പെണ്ണുങ്ങളുടെ വിവരക്കേട്. ഭൂമി ഉണ്ടായ കാലം മുതൽ അവിഹിതത്തിന്റെ വിത്ത് പേറേണ്ടി വന്നിട്ടുള്ളത്, അതിന്റെ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് പെണ്ണിന് മാത്രം. ആ ഒരു മൂള പോലും ഇല്ലാത്ത വ്യക്തിയാണോ ഈ മാധ്യമ പ്രവർത്തക? പിന്നെ മറ്റൊന്ന് പ്രണയവഞ്ചന, വിശ്വാസവഞ്ചന, ഇതെല്ലാം ഏറ്റുവാങ്ങി ഒരു ട്രോമയിൽ കൂടി കടന്നു പോകുന്നുവെന്ന് പലരും പറഞ്ഞ വ്യക്തിയാണല്ലോ ഈ ഓഡിയോയിൽ കേട്ട സ്ത്രീ ശബ്ദം. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കല്ലേ ആ റിലേഷൻഷിപ്പ്. പക്ഷെ ഇവിടെ ഇത് മാത്രം ലൈംലൈറ്റിൽ എപ്പോഴും വരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുതരം മൈൻഡ് സെറ്റാണ് ഇത്? ഒരുത്തനെ വെളുപ്പിക്കാനുള്ള പോസ്റ്റ് ഒന്നുമല്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കട്ടെ ലിറ്റർ കണക്കിന്. പൊതുപ്രവർത്തനത്തെ കോഴിഫാം ആക്കാൻ നടന്നതല്ലേ, അനുഭവിക്കെ. പിടിക്കപ്പെട്ട പുണ്യാളനെ പിടിക്കപ്പെടാത്ത പുണ്യാളന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും മറിഞ്ഞുമൊക്കെ തള്ളി പറയുന്ന, ഉപദേശിക്കുന്ന കാഴ്ചയാണ് എങ്ങും. പിന്നെ കമ്മികളുടെ ഈ ആഘോഷം കാണുമ്പോൾ ഒന്ന് ചുമ്മാതിരിയടെ എന്നും പറഞ്ഞ് അകമേ പല്ലുറുമുന്നുമുണ്ട്. MLA കസാലയിൽ ഇരിക്കുന്ന മറ്റേ ഗ്ലൂ ഒട്ടിക്കൽ നടൻ. ആനവണ്ടി വകുപ്പ് മന്ത്രി നടനാണെങ്കിൽ സ്വന്തം കവളിൽ വീണ ഏതോ കെട്ടിയോന്റെ കൈ വീണ പാട് മെല്ലെ തടവുന്നുണ്ട്. ഒരു സോളാർ ഗർഭമുണ്ടാക്കിയ പുകിൽ അങ്ങേർക്കല്ലേ അറിയൂ. അത് മാത്രമോ, തലയിൽ മുണ്ടിട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരം ഒന്ന് പാടിയ സയന്റിസ്റ്റും വീട്ടിൽ കയറ്റിയാൽ പ്രശ്നമെന്ന് സ്വപ്നം പറഞ്ഞ കടകൻ ചർച്ചണ്ണനും. എന്തായാലും ഈ ഒരു ബോംബ് കൊണ്ട് അമ്പലം വിഴുങ്ങി കമ്മികളെ ഒളിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. ഒരു മഹാക്ഷേത്രത്തെ അപ്പാടെ കട്ട കമ്മി ടെറർ മോഷണ പരമ്പര ഈ ഒരു അവിഹിത ഗർഭം വെച്ച് വെട്ടി മൂടേണ്ട എന്ന്. ഗർഭമുണ്ടാക്കി ചതിച്ചവനെ നേരിടേണ്ടത് ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് ഇടുന്ന വോയിസ് ക്ലിപ്പ് കൊണ്ടല്ല, മറിച്ച് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഈ അവസ്ഥയിലാക്കിയവനെ കോടതി കയറ്റിയിട്ടാണ്. അതാണ് പെൺ പോരാട്ടം. അല്ലാതെ വല്ലവരുടെ ഇലക്ഷൻ ആയുധമാക്കാൻ സ്വന്തം ആത്മാഭിമാനത്തെയും സ്വകാര്യതയും വിട്ടുകൊടുത്തുകൊണ്ടല്ല എന്നും അഞ്ജു പാർവതി പ്രവീഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പരാതി നൽകുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.